ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കുറേ നാളായി നിങ്ങളുടെ മുന്നിലൊരു വീഡിയോ ആയിട്ട് വന്നിട്ട്. അതിന് കുറേ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആരോഗ്യപരമായിട്ടൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തന്നെയുമല്ല, 2024 എനിക്ക് നല്ല തിരക്കുള്ളൊരു വർഷമായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ടിട്ട് ആയിരുന്നു എനിക്ക് ഒരു വീഡിയോ ആയിട്ട് വരാൻ പറ്റാതിരുന്നത്. 2024 കഴിഞ്ഞ് 2025 നമ്മൾ കടന്നതാണ്. നമ്മൾ ഈ പുതുവർഷത്തിൽ എല്ലാവർക്കും ഞാനൊരു ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ്. താമസിച്ചു പോയി. പിന്നെ ഈ 2024 എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റിയ കുറേ നല്ല ഓർമ്മകളുള്ള ഒരു വർഷമായിരുന്നു. കാരണം എനിക്ക് 2024 എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി എനിക്കൊരു പുസ്തകം ആക്കി പ്രകാശനം ചെയ്യാൻ സാധിച്ചു. അത് എനിക്ക് ഒരു വേണുഗോപാൽ സാർ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റിൻ്റെ സഹായത്തോടെയാണ് എനിക്കത് പ്രകാശനം ചെയ്യാൻ പറ്റിയത്. കേരള ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമേന്ദ്ര സാറായിരുന്നു പുസ്തകം പ്രകാശനം ചെയ്തത്. അത് ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതും 2024 എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യമായിരുന്നു. കൂടാതെ പ്രവാസികളെയും മുൻ പ്രവാസികളെയും മുൻനിർത്തി പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് 140 കേരളീയ പ്രവാസി സംഘടന. അതിൽ അംഗമാകാനും അതിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായി സ്ഥാനമേൽക്കാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഏറെ താമസിയാതെ തന്നെ ആ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് സംസ്ഥാന ട്രഷററായിട്ട് ആ സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള ഒരു കാര്യം എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതും ഈ 24 കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണ്. കൂടാതെ എനിക്ക് ഒരു കൊച്ചുമകൻ ജനിച്ചു. അതെൻ്റെ മകൻ്റെ കുട്ടിയാണ്. ധ്രുവക്കുട്ടനെ കിട്ടിയത് ഈ സന്തോഷം നിറഞ്ഞ വർഷത്തിലാണ്. അപ്പം എല്ലാം കൊണ്ടും എനിക്ക് ഒരു അടിപൊളി വർഷമായിരുന്നു 2024. അപ്പം ഇനിയും ഈ 2025 തുടക്കത്തിൽ എനിക്ക് ഇനിയും വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ആദ്യം മുതൽ നിങ്ങൾ തന്ന സപ്പോർട്ട് സഹകരണം വീണ്ടും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.